ഈശ്വരശിക്ഷിച്ചിരിക്കട്ടെ. എൻ്റെ പേര് ആന്റണി എസ് ബി. ഞാൻ 8ാം ക്ലാസ് മതബോധന വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഈശോയുടെ പിള്ളക്കച്ചയെക്കുറിച്ചാണ്. വചനം ഇപ്രകാരമാണ്: ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലൂക്ക 2:12. യേശുവിനെ തിരിച്ചറിയുന്നതിനായി നൽകപ്പെട്ടിരിക്കുന്ന അടയാളം എന്ന നിലയിൽ പിള്ളക്കച്ച വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് നാം ഡിസംബർ മാസം ആദ്യ ദിവസങ്ങളിൽ തന്നെ നാം ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പുൽക്കൂടുകൾ ക്രമീകരിക്കാറുണ്ട്. എന്നാൽ ക്രിസ്മസ് ദിനത്തിലെ പാതിരാ കുർബാനയ്ക്ക് ശേഷം മാത്രമേ നാം ഉണ്ണീശയെ പുൽക്കൂടുകളിൽ വയ്ക്കാറുള്ളൂ. അതുവരെയും നാം ഉണ്ണീശയെ കിടത്തേണ്ടടുത്ത് പിള്ളക്കച്ച പ്രതികരണമായി വയ്ക്കാറുണ്ട്. ഇത് രക്ഷകന്റെ ജനനത്തിന് ആട്ടിടയന്മാർക്ക് ലഭിക്കുന്ന സന്ദേശത്തിന് അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. പഴയ നിയമത്തിലെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: പിള്ളക്കച്ചയിൽ ഞാൻ ശ്രദ്ധാപൂർവം പരിചരിക്കപ്പെട്ടു. ജ്ഞാനം 7:4. കുഞ്ഞുങ്ങളെ ഏറ്റവും ശ്രദ്ധയിൽ പരിചരിക്കാൻ ആവശ്യമായ കച്ചയാണിതെന്ന് ഈ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ലൂക്കാ സുവിശേഷകൻ മറ്റൊരു കാര്യം കൂടി പരാമർശിച്ചിരിക്കുന്നു. അവന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഉണ്ണീശുവിനെ പരിചരണം നൽകുവാനായി അമ്മ മറിയം കരുതിയ പിള്ളക്കച്ച അമ്മയുടെ വാത്സല്യത്തിന്റെ അടയാളം കൂടിയാണ്. അമ്മയുടെ വാത്സല്യത്തിന്റെ അടയാളമായ പിള്ളക്കച്ച കൊണ്ട് നമ്മെ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.